എന്തൊക്കെയോ ഇളകാൻ തുടങ്ങി. ഇവൻ കമ്പി പിടിച്ച് കുലുക്കണു, ട്രെയിൻ പോകണം, ഞാൻ ചാടും, ഞാൻ തള്ളും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പത്തന്നെ നമ്മൾ തമ്മിൽ ചെറിയൊരു ആർഗ്യുമെൻ്റ് ഒക്കെ നടന്നത്, ഇത് പോലീസുകാരുമായിട്ട്. അതായത് നാട്ടിലെ സകലമാന കഞ്ചാവ് കേസിലും അങ്ങനത്തെ ഇതിലൊക്കെ ഇവനെ വീട്ടുകാർ ഒരുമാതിരി ഒഴിവാക്കിയിട്ട് അങ്ങനെ പോയി സംസാരിക്കുമ്പോൾ പയ്യനാണ് ഈ ഇരിപ്പാണ്, ഇങ്ങനെ കിളിവാറിയിരിക്കുകയാണ്. സംസാരിച്ചു. ഇവൻ പറയുന്നത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒന്നാമത്തെ കാര്യം, വീട് ചോദിച്ചപ്പം ഇതും തിരൂരാ, അതൊക്കെ ഫോണില്ല, ഒന്നുമില്ല. അപ്പോൾ ചെന്നൈയിലേക്ക് ജോലി അന്വേഷിച്ച് വന്നതാണ്. ഈ ഒരു ഹിന്ദി മാത്രമേ അറിയൂ, ചെന്നൈ ജാനാ ഹേ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ കൽക്കട്ട എത്തിയില്ലേ, അപ്പോഴും അവൻ പറയുന്നുണ്ട് ചെന്നൈ ജാനാ ഹേ, ചെന്നൈ ജാനാ ഹേ. ഇവനെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വശപ്പശകായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യം എന്തോ ദൈവാധീനത്തിന് ഗൂഗിളിൽ നിന്ന് നമ്പർ എടുത്തിട്ട് തിരൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പയ്യൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അപ്പം ഉപ്പ അവിടെ ഡ്രൈവറാണ്, അപ്പം ഇന്നതാണ് അഡ്രസ്സ് ഇതാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോലീസുകാർ ശരി ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞു എനിക്ക് പുള്ളീനെ ഇവിടെ നിന്ന് കയറ്റി വിടണമല്ലോ, ഈ പറയുന്ന ചെന്നൈ വണ്ടി മാത്രമേ ഉള്ളൂ. അപ്പത്തന്നെ നമ്മൾ തമ്മിൽ ചെറിയൊരു ആർഗ്യുമെൻ്റ് ഒക്കെ നടന്നത്, ഇത് പോലീസുകാരുമായിട്ട് അന്വേഷിച്ചിട്ട് വിളിക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ പോലീസുകാരെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ, അതായത് നാട്ടിലെ സകലമാന കഞ്ചാവ് കേസിലും അങ്ങനത്തെ ഇതിലൊക്കെ ഇവനെ വീട്ടുകാർ ഒരുമാതിരി ഒഴിവാക്കിയിട്ട് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടുന്നതാണ്, വീട്ടുകാരെ കയറ്റി വിട്ടതാണ്. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്കും തോന്നി സംസാരിക്കുന്ന കണ്ടപ്പോൾ ഒന്നും ഒരു ബന്ധമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അടുത്ത വണ്ടി ഏതാണെന്ന് വെച്ചാൽ കയറ്റി വിട് എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഇവൻ എൻ്റെ അടുത്ത് നിന്ന് ഒഴിവാക്കണം, ഇവനാണ് എൻ്റെ അടുത്ത് നിന്ന് പോകുന്നില്ല, ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടും ഇങ്ങനെ പിന്നാലെ നടക്കുക. അങ്ങനെ ഞാൻ ഈ പറഞ്ഞത് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. രാത്രി പിന്നെ 11:30-ക്കാണ് ചെന്നൈ മെയിലുള്ളത്. അവിടുത്തെ ആൾക്കാർ ക്യൂ നിന്നിട്ടാണ് ജനറൽ കോച്ചിൽ കയറുക. ഞാൻ അങ്ങനെ എന്ത് ചെയ്തു, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളെടുത്ത് പോയിട്ട് ഇവനെ ഏൽപ്പിച്ചു. എന്നിട്ട് കയ്യിലൊരു 200 രൂപ എന്തോ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു പുള്ളീനെയും കൂടെ ഒന്ന് ചെന്നൈ എത്തിക്കണം.